Hello, my dear students. Hope you all fine. We are discussing the chapter Breathing for Energy. Is it? In our previous class, we discussed about the atmospheric air into the lungs. In that session, we said that the increase in size of thoracic cavity when air enters the lungs is called inspiration, and the contraction of thoracic cavity when air is expelled from the lungs is called expiration. Is it? Next, we are going to discuss about the exchange of gases in the alveoli. When we discussed about the parts of respiratory system, we said that the trachea, which is the windpipe, is dividing into branches, which is known as bronchus, and the terminal branches of bronchi, which is known as bronchiole, and it is opening to the alveoli. And we also mentioned that alveoli is a air sac. Is it? It is a sac-like structure which is elastic in nature, and it is surrounded by a large number of capillaries. So we are moving on to the topic exchange of gases in alveoli. As we said earlier, the atmospheric air reaches the alveoli as a result of ഇൻസ്പിറേഷൻ. അതായത് ഇൻസ്പിറേഷൻ എന്ന പ്രോസസ്സ് മൂലമാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ നമ്മളുടെ ആൽവിയോളയിലോട്ട് എത്തുന്നത്. ഈ ആൽവിയോളയിൽ വെച്ചിട്ടാണ് നമ്മളുടെ റെസ്പിറേറ്ററി ഗ്യാസസ്, അതായത് ഓക്സിജൻ, നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന ഓക്സിജൻ, പുറത്തോട്ട് കളയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഈ ഒരു പ്രോസസ്സ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിൽ വെച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ ഗ്യാസ് എക്സ്ചേഞ്ച് ആൽവിയോളയിൽ വെച്ച് നടക്കണമെങ്കിൽ ഈ ആൽവിയോളയുടെ സ്ട്രക്ചറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണം. എന്തുകൊണ്ടായിരിക്കും ഈ ആൽവിയോളൈ ഇതിന് സ്യൂട്ടബിൾ ആയത്? ലെറ്റ്സ് സീ. ബിഫോർ ദാറ്റ് we will discuss an interesting fact, that is the surface area of skin that covers the entire body is only 2 square meters, whereas the surface area of both the lungs together turn up to at least 70 square meters. അതായത് നമ്മുടെ വോൾ ബോഡി കവർ ചെയ്തിരിക്കുന്ന സ്കിൻ മൊത്തം എത്ര സ്ക്വയർ മീറ്ററാണ്? 2 സ്ക്വയർ മീറ്റേഴ്സാണ്. ബട്ട് നമ്മുടെ രണ്ട് ലങ്സിൻ്റെയും സർഫസ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അപ് ടു 70 സ്ക്വയർ മീറ്റേഴ്സ്. സോ മനസ്സിലായോ? ഇത്രയും സർഫസ് ഏരിയ നമ്മുടെ രണ്ട് ലങ്സിനും കൂടെ കിട്ടുന്നുണ്ട്. അതായത് ഈ 70 സ്ക്വയർ മീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വലൻ്റ് ടു ദ സർഫസ് ഏരിയ ഓഫ് എ ടെന്നീസ് കോർട്ട്. ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും സർഫസ് ഏരിയ നമ്മുടെ രണ്ട് ലങ്സും കൂടെ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു സർഫസ് ഏരിയ തന്നെയാണ് ഈ ഈസി എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസിന് റീസൺ. അതായത് ഇത്രയും സർഫസ് ഏരിയ ഉള്ളതുകൊണ്ട് റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് ഈസി ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാസ് എക്സ്ചേഞ്ച്, റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിൽ വെച്ചിട്ടാണെന്നും പറഞ്ഞു. മാത്രമല്ല വേറെന്താ പറഞ്ഞത്? ലാർജ് സർഫസ് ഏരിയ, ലങ്സിൻ്റെ ലാർജ് സർഫസ് ഏരിയ കാരണമാണ് ഈസി ഗ്യാസ് എക്സ്ചേഞ്ച് പോസിബിൾ ആയത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ? യെസ്, ഈ ആൽവിയോളയുടെ പ്രസൻസ് ആണ് നമ്മുടെ ലങ്സിൻ്റെ സർഫസ് ഏരിയ കൂട്ടിയത്. ദാറ്റ് ഈസ് ആൽവിയോളൈ ഇൻക്രീസ് ദ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻ ലങ്സ്. അതായത് നമ്മുടെ ബ്രോങ്കൈ ഡിവൈഡ് ചെയ്ത് ബ്രോങ്ക്യോളായി, ആ ബ്രോങ്ക്യോൾസ് ചെന്ന് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? മില്യൺസ് ഓഫ് ആൽവിയോളയിലാണല്ലേ. ആ ലങ്സ് ഫുൾ മില്യൺസ് ഓഫ് ആൽവിയോളൈ ഉണ്ട്. ഈ ആൽവിയോളൈ തന്നെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഈ ആൽവിയോളയുടെ സ്ട്രക്ചറിന് വല്ല പെക്യുലാരിറ്റീസ് ഉണ്ടാവും അല്ലേ. എങ്ങനെയായിരിക്കും ആൽവിയോളയുടെ സ്ട്രക്ചർ? ഷാൽ വി ലുക്ക്? ഈ ആൽവിയോളയുടെ ചുറ്റും നിറയെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ആൽവിയോളൈ ആർ സറൗണ്ടഡ് ബൈ ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ്. ഈ ആൽവിയോളയുടെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് എന്നും അവിടെ ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ദി ഇന്നർ വാൾ ഓൾവേസ് കെപ്റ്റ് മോയ്സ്റ്റ്. ഓക്കെ, ഇതിൽ ഈ ആൽവിയോളയുടെ വാളിൽ സിംഗിൾ ലെയർ ഓഫ് സെൽസ്
അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബ്ലഡ് കാപ്പിലറിയുടെ വാളും ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. അതായത് ആൽവിയോളയുടെ വാളും ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. ബ്ലഡ് കാപ്പിലറി ആൽവിയോളൈനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് കാപ്പിലറിയുടെ വാളും ഉണ്ടാക്കിയിരിക്കുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. സോ മൊത്തം എത്ര ലെയേഴ്സ് ഉണ്ട് ഇവ തമ്മിലുള്ള സെപ്പറേഷൻ? ബ്ലഡ് കാപ്പിലറിയുടെ ഒരു വാള്, ആൽവിയോളയുടെ ഒരു വാള്. സോ ദർ ആർ 2 റോ തിക്നെസ് ഇൻ സെപ്പറേഷൻ. അപ്പോൾ ആൽവിയോളയുടെ സ്ട്രക്ചറിൻ്റെ പെക്യുലാരിറ്റി നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടാവുക നോക്കിയാലോ. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് എയർ ആൽവിയോളയിലോട്ട് എത്തും അല്ലേ? ആ ഇൻസ്പിറേഷൻ ടൈമിൽ ആൽവിയോളയിൽ ഏത് ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഓക്സിജൻ. ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ആൽവിയോളയിൽ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവും ആയിരിക്കും. ബ്ലഡ് കാപ്പിലറി നോക്കുകയാണെങ്കിലോ, ബ്ലഡ് കാപ്പിലറിയിൽ നേരെ വൈസ് വേഴ്സ. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ബി ഹൈ ആൻഡ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ വിൽ ബി ലോ. അപ്പോൾ നമ്മളുടെ ഗ്യാസസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തു നിന്ന് അവ എന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതുതന്നെയാണ്. ആൽവിയോളയിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവുള്ള ബ്ലഡ് സെൽസിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. ഹെൻസ് we can say that the oxygen from the alveoli diffuses into the capillaries and the carbon dioxide from the capillaries diffuses into the alveoli. Simply, it is the process of gas exchange. I will summarize you one more. That is, as a result of inspiration, the atmospheric air, which is rich in oxygen, reaches the alveoli. The peculiarity of alveoli is that it increases the surface area of lungs, and the alveoli is surrounded by numerous blood capillaries and its wall is always kept moist. The speciality of the walls of alveoli and blood capillaries is that both are made up of single layer of cells. In short, the surface that separates the blood in blood capillaries and the air in alveoli has the thickness of 2 rows of cells only. We all know that the gases diffuses from the area of higher concentration to the region of lower concentration, is it? Therefore, during inspiration, the concentration of oxygen is higher and the concentration of carbon dioxide is lower in alveoli. Here occurs the diffusion, that is the oxygen from the alveoli diffuses into the capillaries and the carbon dioxide from blood capillaries, where carbon dioxide is higher in concentration towards the alveoli. Understood? കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചിരുന്നു, അതായത് സിമ്പിൾ ന്യൂട്രിയൻസ് എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിൻ്റെ പ്ലാസ്മയിലൂടെയാണ് അല്ലേ? ബ്ലഡ് പ്ലാസ്മയിലൂടെയാണ് സിമ്പിൾ ന്യൂട്രിയൻസ് എല്ലാം ട്രാൻസ്പോർട്ടഡ് ആവുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓക്സിജനെ ആരായിരിക്കും ക്യാരി ചെയ്യുന്നുണ്ടാവുക? ബ്ലഡിൻ്റെ ഏത് കമ്പോണൻ്റ് ആയിരിക്കും? നമ്മുടെ ബ്ലഡ് സെൽസിലുള്ള ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്ന കമ്പോണൻറ്റ്. ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ക്യാരി ഓക്സിജൻ. ഇങ്ങനെ ക്യാരി ചെയ്യണമെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഒരു വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടാവണം, നമ്മൾ ആൽവിയോളയുടെ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പെക്യുലാരിറ്റി? ഇവിടെ ബ്ലഡിൻ്റെ ഒരു സ്ലൈഡ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫിംഗർ ടിപ്പ് മറ്റേ ബ്ലഡ് എടുത്തിട്ട് ഒരു സ്മിയറാക്കി, സ്ലൈഡിൽ വെച്ച് ഒരു സ്മിയറാക്കി അത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ കാണുന്ന ഇമേജാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ റെഡ് കളറിൽ കാണുന്നതെല്ലാം റെഡ് ബ്ലഡ് സെൽസും കുറച്ച് വലുതായിട്ട് കാണുന്നില്ലേ, അത് വൈറ്റ് ബ്ലഡ് സെൽസാണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് സ്ലൈഡിൽ വെച്ച് അതിങ്ങനെ വലിക്കും, എന്നിട്ട് അത് ആ ഉണങ്ങി കഴിഞ്ഞ് ആ ലെയർ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കും. അതിനെയാണ് ബ്ലഡ് സ്മിയർ എന്ന് പറയുക.
ആ സാധനം, ആ ബ്ലഡ് സ്മിയർ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡിനകത്ത് കാണുന്ന കമ്പോണൻസൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഈ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൻ്റെ പെക്യുലാരിറ്റീസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് റെഡ് ബ്ലഡ് സെൽസ് ആർ ഡിസ്ക് ഷേപ്ഡ്. ഒരു ഡിസ്ക് പോലെയാണ് റെഡ് ബ്ലഡ് സെൽസ് കാണുക. ഈ റെഡ് ബ്ലഡ് സെൽസ് പെർ മില്ലി ലിറ്റർ ഓഫ് ബ്ലഡ്, ഒരു മില്ലി ലിറ്റർ ബ്ലഡിൽ 45 lakhs to 60 lakhs വരെ കാണും. ഈ റെഡ് ബ്ലഡ് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല. മാത്രമല്ല ഈ റെഡ് ബ്ലഡ് സെൽസിൽ യാതൊരു സെൽ ഓർഗനൽസും പ്രസൻ്റ് അല്ല. ഈ റെഡ് ബ്ലഡ് സെൽസ് മുഴുവൻ എന്താ കാണുക? ഹീമോഗ്ലോബിൻ. നമ്മൾ പറഞ്ഞു റെഡ് ബ്ലഡ് സെൽസിലുള്ള ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നതെന്നല്ലേ. ഈ റെഡ് ബ്ലഡ് സെൽസിൽ മൊത്തം എന്താ കാണുക? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഹാസ് ആൻ അഫിനിറ്റി ടു ഓക്സിജൻ, ദാറ്റ് ഈസ് ഇറ്റ് ക്യാരീസ് ഓക്സിജൻ. സോ റെഡ് ബ്ലഡ് സെൽസ് ആർ disc shaped. They saw between 45 lakh to 60 lakh per milliliter. They don't have any nucleus or any other cell organelles, okay, and they have full of hemoglobin which has the affinity to oxygen. ഇത്രയും ഓക്സിജനോട് അഫിനിറ്റി ഉള്ള ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇൻട്രസ്റ്റഡ് ആണല്ലേ നോക്കാൻ? ലെറ്റ്സ് സീ. ഒരു ഹീമോഗ്ലോബിൻ, അതായത് ഇവിടെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഇവിടെ ഹീമോഗ്ലോബിനിൽ 4 പ്രോട്ടീൻ സ്ട്രാൻഡ്സ് പ്രസൻ്റാണ്. പ്രോട്ടീൻ്റെ 4 സ്ട്രാൻഡുകൾ പ്രസൻ്റാണ്. അതിൻ്റെ ഒപ്പം എന്തുണ്ട്? ദി സ്ട്രാൻഡ്സ് വിത്ത് അയൺ കണ്ടെയ്നിങ് ഹീം. നമ്മുടെ ഓക്സിജൻ ഈ അയൺ കണ്ടെയ്നിങ് ഹീമോ ആയിട്ടാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അതായത് ദി സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് 4 protein strands with iron containing heme. Oxygen combines with iron containing heme. ഓക്കെ, ഈ അയൺ കണ്ടെയ്നിങ് ഹീമുള്ള ഈ സ്ട്രാൻഡിലോട്ടാണ് വന്ന് നമ്മുടെ ഓക്സിജൻ അറ്റാച്ച് ചെയ്യുന്നത്. ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂളിനും 4 ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ 4 ഓക്സിജൻ മോളിക്യൂൾസ്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് 4 പ്രോട്ടീൻ സ്ട്രാൻഡ് ആൻഡ് എ ഹീം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാരി ചെയ്യുന്ന ഓക്സിജൻ എങ്ങനെയായിരിക്കും സെൽസിലോട്ട് എത്തുക? സെൽസിലോട്ട് എത്തിയാലല്ലേ ഓക്സിജനെ കൊണ്ട് നമുക്ക് യൂസ് ഉള്ളൂ. സെൽസിലോട്ട് എത്തണം ഓക്സിജൻസ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഓക്സിജൻ സെൽസിലോട്ട് എത്തുക? ലിസൺ ഹിയർ. ഇവിടെ ഒരു ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ. ഇവിടെ ആദ്യം ഒരു ആൽവിയോളസിൻ്റെ ഇത് തന്നിട്ടുണ്ടല്ലേ. ആ ആൽവിയോളസിനകത്ത് നിറയെ എന്താ ഉള്ളത്? ഓക്സിജൻ മോളിക്യൂൾസ് നിറയെ ഉണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ ബ്ലഡ് കാപ്പിലറീസ് വന്നിട്ടുണ്ട്. ആ ബ്ലഡ് കാപ്പിലറീസിൽ ധാരാളം ഹീമോഗ്ലോബിൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഓക്സിജൻ, അതായത് ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്യും, ധാരാളം ഉള്ളിടത്തുനിന്ന് ഡിഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആൽവിയോളസിൽ ധാരാളം ഓക്സിജൻ ഉണ്ട്. അവ ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡ് കാപ്പിലറീസിലോട്ട് വരും. ബ്ലഡ് കാപ്പിലറീസിൽ എന്താ ഉള്ളത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഹാസ് ദ അഫിനിറ്റി ടു ബൈൻഡ് വിത്ത് ഓക്സിജൻ. അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ ഒന്നാവും അല്ലേ. ഹീമോഗ്ലോബിൻ ഓക്സിജനെ കണ്ടു കഴിഞ്ഞാൽ നേരെ കയറി അറ്റാക്ക് ചെയ്ത് ചാടി കയ്യിൽ വെക്കും. ആ ഹീമോഗ്ലോബിൻ പിന്നെ ഓക്സിജനെ വിടില്ല, അതിൻ്റെ അഫിനിറ്റി കൂടുതലാണ്, വിടില്ല. അങ്ങനെ ഈ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കോമ്പൗണ്ടായിട്ട് മാറും. ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ബ്ലഡ് കാപ്പിലറീസിലോട്ട് വന്ന് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യും, അതായത് കൂടിച്ചേർന്ന് കൈയൊക്കെ കോർത്ത് നിൽക്കും. ആ നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുക. ഓക്സിജനും ഹീമോഗ്ലോബിനും. ഇനി ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഇങ്ങനെ ബ്ലഡ് കാപ്പിലറീസിലൂടെ പോവുമായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഏത് സെൽസിലാണോ ഓക്സിജൻ ആവശ്യമുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞാൽ സെൽസ് ഇങ്ങനെ ഓക്സിജന് ഇങ്ങനെ വായോ വായോ എന്ന് പറയും. അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ സെൽസിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഓക്സിജന് റിലീസ് ചെയ്യും.
ഓക്സിജൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ പിന്നെ ഫ്രീ ആയി. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ contains hemoglobin and oxygen, and when it reaches the cells, that is tissues, cells combine to form tissues അടുത്തെത്തുന്ന സമയത്ത് that oxyhemoglobin will break onto hemoglobin and oxygen, that is hemoglobin releases oxygen and becomes free. അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓക്സിജൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും അല്ലേ. എഗെയിൻ ഇറ്റ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഇൻ ടു സെൽസ് ത്രൂ ദി ടിഷ്യൂ ഫ്ലൂയിഡ്. അതായത് സെൽസിൻ്റെ ഇൻ്റർ സെല്ലുലാർ സ്പേസ്, ആ രണ്ട് സെൽസ് തമ്മിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ടിഷ്യൂസിൻ്റെ ഒക്കെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. ആ ഇൻ്റർ സെല്ലുലാർ സ്പേസിൽ കാണുന്ന ഫ്ലൂയിഡാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ആ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ ഈ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് എവിടെ എത്തും? സെൽസിലോട്ട് എത്തും, അതായത് ടിഷ്യൂസിലോട്ട് എത്തും. Therefore, the oxygen which is high in amount in the alveolus diffuses into the blood capillaries. It is in the blood capillaries where the hemoglobin is present. The oxygen binds with the hemoglobin and forms oxyhemoglobin. Then this oxyhemoglobin releases oxygen and becomes free when it reaches the tissues, and this oxygen diffuses through tissue fluid and it reaches the cells. അതായത് ആൽവിയോളസിൽ ധാരാളം ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ എങ്ങോട്ടെത്തുന്നു? ബ്ലഡ് കാപ്പിലറീസിലോട്ടെത്തുന്നു. ബ്ലഡ് കാപ്പിലറീസിൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് ഉണ്ട്. ആ ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. ആ ഓക്സി ഹീമോഗ്ലോബിൻ ഏത് സെൽസിനാണോ റിക്വയർഡ് ഓക്സിജൻ ആവശ്യമുള്ളത് അവിടെ എത്തുന്ന സമയത്ത് ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ആൻഡ് ഹീമോഗ്ലോബിൻ റിലീസസ് ഓക്സിജൻ, അതായത് ഹീമോഗ്ലോബിൻ ഓക്സിജൻ റിലീസ് ചെയ്ത് ഫ്രീ ആവുന്നു. അവിടെ ഉള്ള ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ, സെൽസിൻ്റെ ഇടയിൽ ഇൻ്റർസെല്ലുലാർ സ്പേസസിൽ കാണുന്ന ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ അവ സെൽസിലോട്ട് എത്തുന്നു. ഇത്രയും വലിയൊരു കോംപ്ലക്സ് പ്രോസസ്സിൻ്റെ മെക്കാനിസം ഭയങ്കര സിമ്പിളാണല്ലേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഹീമോഗ്ലോബിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പോണൻ്റാണ്. അതായത് നമ്മുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലേ. ഈ ഹീമോഗ്ലോബിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ്, അതായത് ഹീമോഗ്ലോബിനിൽ കൂടുതലുള്ളത് എന്താണ്? അയേൺ ആണല്ലേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എന്തുകൊണ്ട് ധാരാളം ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം പറയുന്നത്? ലീഫി വെജിറ്റബിൾസിൽ ധാരാളം അയൺ ഉണ്ട്. ഈ അയൺ കണ്ടൻറ്റ് നമുക്ക് ആവശ്യത്തിന് കിട്ടുകയാണെങ്കിൽ മാത്രമേ എനഫ് സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ പോസിബിൾ ആവുള്ളൂ. മനസ്സിലായല്ലോ. സോ എല്ലാവരും ഇനി ഫുഡിൽ ധാരാളം ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ HB കുറവാണ്, HB കൂടുതലാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു HB കുറവാണ്. അപ്പോൾ ഒരു ആവറേജ് ഹെൽത്തി മാൻ്റെ അല്ലെങ്കിൽ വിമൻ്റെ ആവറേജ് HB എത്രയായിരിക്കും? എത്ര ഹീമോഗ്ലോബിൻ ആവശ്യം ഉണ്ടാവും? ഒരു ഹെൽത്തി മാനിന് ആവറേജ് ഹീമോഗ്ലോബിൻ എത്രയാണെന്നറിയോ വേണ്ടത്? 15 gram per 100 ml ഓഫ് ബ്ലഡ്. അതായത് നമ്മൾ 100 ml ഓഫ് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 15 gram ഓഫ് ഹീമോഗ്ലോബിൻ വേണം. ആൻഡ് ദാറ്റ് ഓഫ് വുമൺ ഇസ് 13 gram per 100 ml ഓഫ് ബ്ലഡ്. ഈ ഒരു എമൗണ്ടിൽ നിന്ന് കുറയുക, അതിനെയാണ് അനീമിക് എന്ന് പറയുക. അതായത് ബ്ലഡ് സെൽസ് കുറയുക, ഹീമോഗ്ലോബിൻ കുറയുക. 15 gram per 100 ml കുറഞ്ഞ ഒരു 8-9 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വീക്കാവും, നമ്മൾ ഭയങ്കര അൺഹെൽത്തി ആവും. ഈ ഒരു സ്റ്റേറ്റിലോട്ട് എത്താതിരിക്കാനാണ് നമ്മൾ സ്കൂൾസിലൊക്കെ അയൺ ടാബ്ലറ്റ്സ് സപ്ലൈ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ചിലർക്ക് ഫുഡ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനല്ല, നേരത്തെ വന്നൊരു സംഭവമാണ് ഈ അയൺ ടാബ്ലറ്റ് സ്കൂളുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ചില കുട്ടികൾക്ക് അവരുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള അയൺ കണ്ടൻറ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇത്രയും കുട്ടികൾ പഠിക്കുമ്പോൾ അവരാരാന്നൊന്നും നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ, ആ ഒരു വീക്കാവുന്നതിൽ നിന്ന് കുട്ടികളെ സേവ് ചെയ്യാനായിട്ടാണ് സ്കൂളുകളിൽ അയൺ ടാബ്ലറ്റ് കൊടുത്തിരുന്നത്. ഈ ഒരു അയൺ ടാബ്ലറ്റ് സപ്ലൈനേക്കാളും നമ്മൾ കൂടുതൽ ലീഫി വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അനീമിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയയുടെ എക്സ്ട്രീംസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിക്കാവുന്ന അത്രയും
ഒരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ എല്ലാവരും ഹെൽത്തിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ടു റിലീസ് എനർജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ വെരി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.